അന്ന് ആ അമ്മയും മകളും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. ഓർമ്മ വച്ച കാലം മുതൽ പിഴച്ചു പെറ്റവൾ, തന്തയില്ലാത്തവൾ എന്നിങ്ങനെയുള്ള വാക്കുകൾ കേട്ടാണ് ജാനി വളർന്നത്. ചെറുപ്പം മുതൽ തന്നെ തനിക്ക് അമ്മ മാത്രമേയുള്ളൂ എന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞിരുന്നു. ഒരിക്കൽ പോലും തൻ്റെ അച്ഛനെ പറ്റി അവൾ അന്വേഷിച്ചിട്ടില്ല. ശാന്തയുടെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ കേട്ട് കരഞ്ഞു തളർന്നു കിടന്നിരുന്ന ജാനിയുടെ അരികിലായി ലക്ഷ്മി വന്നിരുന്നു. കരഞ്ഞു തളർന്ന് കിടന്നുറങ്ങുന്ന ജാനിയുടെ തലമുടിയിൽ ലക്ഷ്മി ഒന്ന് തലോടി. തലയിൽ ആരോ തൊടുന്നത് പോലെ തോന്നിയതും ജാനി കണ്ണുകൾ തുറന്നു. തൊട്ടരികിലിരിക്കുന്ന ലക്ഷ്മിയുടെ മടിയിലേക്ക് തൻ്റെ തല വെച്ച് അവൾ കിടന്നു. ലക്ഷ്മി അവളുടെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. മോൾക്ക് ഈ അമ്മയോട് ദേഷ്യമുണ്ടോ? തലോടുന്നതിനിടയിൽ ലക്ഷ്മി ചോദിച്ചു. ദേഷ്യോ? എന്തിനാ അമ്മ? ജാനി സംശയത്തോടെ ചോദിച്ചു. ഓർമ്മ വെച്ചപ്പോൾ മുതൽ എൻ്റെ കുട്ടി കേൾക്കുകയാണ് തന്തയില്ലാത്തവൾ, പിഴച്ചുണ്ടായവൾ എന്നീ ഓമന പേരുകൾ. എത്രമാത്രം കളിയാക്കലുകൾ എൻ്റെ മോള് സഹിച്ചു. എന്നിട്ടും ഒരു വാക്കുപോലും നീ അച്ഛനെ പറ്റി ചോദിച്ചില്ലല്ലോ മോളെ, ലക്ഷ്മി സങ്കടത്തോടെ പറഞ്ഞു. പറയുന്നവർ എന്തും പറഞ്ഞോട്ടെ, എനിക്ക് അച്ഛനുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയണ്ട. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ മാത്രം മതി. അമ്മ സങ്കടപ്പെടാതിരുന്നാൽ മതി, അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിറ്റേ ദിവസം പത്തനംതിട്ട ഗവിയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പുറപ്പെടുന്ന ജീപ്പിൻ്റെ ഡ്രൈവറായ രമേഷിൻ്റെ ശബ്ദമാണ് ഈ കേൾക്കുന്നത്. പത്തനംതിട്ടയിലേക്കുള്ള യാത്രക്കാരെ തൻ്റെ ജീപ്പിൽ വിളിച്ചു കയറ്റുകയാണ് രമേഷ്. രമേഷിനെ പറ്റി പറയുകയാണെങ്കിൽ ലക്ഷ്മിയുടെ അനിയനാണ്. ഗവിയിലെ ജീപ്പ് ഡ്രൈവറും ഭാര്യയും 2 പെൺകുട്ടികളുമായി ജീവിക്കുന്നു. മോനെ രമേശേ, ലക്ഷ്മി നേർത്ത ശബ്ദത്താൽ വിളിച്ചു. ചേച്ചി എന്താ ഇവിടെ? പത്തനംതിട്ടയിലേക്കാണോ? അല്ല മോനെ, ചേച്ചി നിന്നെ കാണാൻ വന്നതാ. ശ്വാസം മുട്ടുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. എന്നെ കാണാനോ? എന്തിനാ ചേച്ചി? കുറച്ചു പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു മോനെ. ആ ശാന്ത ചേച്ചിയുടെ കയ്യിൽ നിന്നും 5000 രൂപ വാങ്ങിയിട്ട് ഇതുവരെയായിട്ടും തിരിച്ചു കൊടുത്തിട്ടില്ല. ശാന്തയാണെങ്കിൽ അവളുടെ ആങ്ങളയുടെ കയ്യിൽ നിന്നും പലിശയ്ക്ക് വാങ്ങിയതാണ് ആ പണം. ഈ പട്ടിണിയും പരിവട്ടവുമായി നടക്കുന്ന എന്നോടാണോ ചേച്ചി കടം ചോദിക്കുന്നത്? ചേച്ചിക്കറിയാലോ, അന്തിയോളം വളയം പിടിച്ചിട്ടാണ് എനിക്ക് 10 കാശ് കിട്ടുന്നത്. അതുകൊണ്ട് വീട്ടിലെ ചെലവോ കുട്ടികളുടെ പഠിത്തം ഒന്നും നടക്കാത്തത് കൊണ്ടാ സുലു തയ്യൽ ജോലിക്ക് പോകുന്നത്. 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ ഞാൻ കഷ്ടപ്പെടുകയാണ് ചേച്ചി. വീട് പണിയാണെങ്കിൽ പാതി വഴിക്ക് മുടങ്ങിയിരിക്കുകയാണ്. മോനെ, എന്തെങ്കിലും നിവർത്തിയുണ്ടെങ്കിൽ ചേച്ചിക്ക് എവിടെ നിന്നെങ്കിലും കടം വാങ്ങിയെങ്കിലും കുറച്ച് പണം താ. ഞാൻ ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ തിരിച്ചു തരാം. ചേച്ചി, ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാവർക്കുമുണ്ട്. ഞാൻ കഷ്ടപ്പെടുന്നതൊക്കെ ചേച്ചി കാണുന്നില്ലേ? ചേച്ചി ഏതായാലും പോകാൻ നോക്ക്. ഇത്ര വലിയ തുകയൊന്നും എൻ്റെ കയ്യിലില്ല. എനിക്ക് ഏതായാലും ജീപ്പ് എടുക്കാൻ സമയമായി. അനിയൻ്റെ വാക്കുകൾ കേട്ടതും ലക്ഷ്മി നിരാശയോടെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ചേച്ചി! അവൻ്റെ പിൻവിളി കേട്ട് ലക്ഷ്മി പ്രതീക്ഷയോടെ തിരിഞ്ഞു നോക്കി. പോക്കറ്റിൽ നിന്നും 500ൻ്റെ നോട്ടെടുത്ത് അവൻ ലക്ഷ്മിക്ക് നേരെ നീട്ടി. ഇതാ ചേച്ചി, ഇത് വെച്ചോളൂ. ഇതിൽ കൂടുതലൊന്നും തരാൻ എൻ്റെ കയ്യിലില്ല. ചേച്ചിക്ക് ജോലി ചെയ്യാൻ അത്രയ്ക്ക് വയ്യെങ്കിൽ ജാനി സ്കൂളിൽ നിന്നും വന്നു കഴിഞ്ഞാൽ അവളെ എവിടെയെങ്കിലും ജോലിക്ക് വിട്ടുകൂടെ? ഏതെങ്കിലും വലിയ വീട്ടിൽ മുറ്റമടിക്കാനോ പാത്രം കഴുകാനോ ഒക്കെ. അവളിപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ അവളെ കൊണ്ട് കഴിയില്ലേ? രമേഷിൻ്റെ വാക്കുകൾ ലക്ഷ്മിയിൽ വേദനയുണ്ടാക്കിയെങ്കിലും ജീവിതം പട്ടിണിയിലായതുകൊണ്ട് ആ പണം കൈ നീട്ടി വാങ്ങി. അനിയനോട് മറുത്തൊന്നും പറയാതെ ലക്ഷ്മി ദൂരേക്ക് നടന്നു നീങ്ങി. മയും ശ്വാസം മുട്ടും കാരണം ലക്ഷ്മിക്ക് നടക്കാൻ തന്നെ ഒട്ടും വയ്യായിരുന്നെങ്കിലും ഉള്ള ആരോഗ്യം വെച്ച് അവൾ നടന്നു നീങ്ങി. ഒരു പലചരക്ക് കടയിൽ നിന്നും അത്യാവശ്യ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി അവൾ വീട്ടിലേക്ക് നടന്നു. പട്ടിണിയും കഷ്ടപ്പാടായിരുന്നെങ്കിലും ലക്ഷ്മിയുടെയും ജാനിയുടെയും ജീവിതത്തിൽ അവർ തന്നെ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരുന്നു. പിന്നെയും ദിവസങ്ങൾ ഒരുപാട് ഓടിമറിഞ്ഞു. ലക്ഷ്മിയുടെ വയർ ദിവസം തോറും വീർത്തു വരാൻ തുടങ്ങി. മരണത്തെയായിരുന്നു ലക്ഷ്മി അവളുടെ ഉദരത്തിൽ പോറ്റി വളർത്തിയിരുന്നത്. തളർന്ന് അവശയായ ലക്ഷ്മിയെ നാട്ടുകാർ ഒത്തുചേർന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു.
ഗർഭപാത്രത്തിൽ വളർന്നു വലുതായ വലിയ മുഴ അർബുദമായിരുന്നു എന്ന് തിരിച്ചറിയാതെ ലക്ഷ്മി ഈ ലോകം വിട്ടുപോയി. അമ്മയുടെ മരണം ജാനിയെ തളർത്തിക്കളഞ്ഞു. ഇനി എന്തിന് താൻ ജീവിക്കണം എന്ന ചിന്ത ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നാട്ടിലെ പ്രമാണികൾ ഒത്തുകൂടി. അച്ഛനും ഇല്ല, അമ്മയും പോയി. ഇനി ആകെയുള്ള ഒരു ബന്ധു എന്ന് പറയുന്നത് അമ്മയുടെ അനുജനായ രമേശാണ്. അപ്പോൾ പിന്നെ ജാനിയെ രമേശ് നോക്കട്ടെ, അവിടുത്തെ വാർഡ് മെമ്പർ പറഞ്ഞു. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ രമേശ് ഏറ്റെടുക്കുമോ ഈ കുട്ടിയെ? അവിടെ കൂടി നിന്ന ഒരാൾ പറഞ്ഞു. ഏതായാലും ഇത് വാടക വീടാണ്. ഇവിടെ ആ കുട്ടിക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് പണം പിരിച്ച് അതും കൂടെ കൂട്ടി കുട്ടിയുടെ ചെലവിനാണ് എന്ന് പറഞ്ഞ് രമേശിനെ ഏൽപ്പിക്കാം, വാർഡ് മെമ്പർ അഭിപ്രായപ്പെട്ടു. അല്ലെങ്കിൽ തന്നെ പട്ടിണിയാണിവിടെ, 2 പെൺകുട്ടികളുമുണ്ട്. അതിൻ്റെ കൂടെയാ ഇനി പിഴച്ചുണ്ടായ നിങ്ങളുടെ ചേച്ചിയുടെ മകളെ കൂടി കൊണ്ടുവരുന്നത്. ഇനി അവൾക്കും കൂടിയും വെച്ച് വിളമ്പണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട്. 10 വരെയുള്ള അവളുടെ പഠിപ്പിൻ്റെ കാര്യം സ്കൂൾ ഏറ്റെടുത്തല്ലോ. എന്നെ അടുക്കളയിൽ സഹായിക്കാൻ ഒരാളായി. അത് ഓർക്കുമ്പോഴാ ഒരാശ്വാസം എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ വീടിൻ്റെ പുറത്തേക്ക് വന്നു. ഇവളാണ് സുലോചന. ഇവൾക്ക് കഴുത്തിനു ചുറ്റും നാക്കാണ്. വലിയ സാമർത്ഥ്യക്കാരിയാണ്. രമേശിൻ്റെ ഭാര്യ, 2 പെൺകുട്ടികളുടെ അമ്മ. ചെറിയ ഓടിട്ട വീടാണ് അവരുടേത്. രമേശ് ജീപ്പ് ഡ്രൈവറും ഭാര്യ സുലോചന ടൈലറുമാണ്. ജാനിയെ താങ്കളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് രമേശും സുലോചനയും പോകുന്നത്. പഞ്ചായത്ത് കൊടുക്കുന്ന 10,000 രൂപ കെട്ടുമെന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് ഇവർ ജാനിയെ ഏറ്റെടുക്കുന്നത്. ഇനി എന്തായിരിക്കും ആ പാവം ജാനിയുടെ ജീവിതം എന്നറിയില്ല. ഏതായാലും നമുക്ക് വരും പാർട്ടുകളിൽ കാണാം.